ഇന്നലത്തെ പണി തേങ്ങ അടർത്തി എടുക്കലേനു. ഒരു ഉച്ച ആയപ്പോഴാണ് ഇതുപോലെ നമ്മൾ അടർത്തി കഴിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉമ്മ ഇതുപോലെ ചെത്തി ഇടൽ തുടങ്ങി. അങ്ങനെ രാത്രി വരെയായിട്ട് ഉമ്മ ചെത്തി, ബാക്കിയുള്ളത് ഇനി ഇതും കൂടെ ഉള്ളൂ കേട്ടോ ചെത്തിയിടാന്. ഇങ്ങനെ അടർത്തിയ സാധനങ്ങൾ ഇത് ഉമ്മ ചെറുതാക്കി ഇങ്ങനെ ചെത്തിയാണ്. അപ്പൊ ചിലവരൊക്കെ ചെയ്യല് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിടില്ല കേട്ടോ, ഇത്ര കനം കൂട്ടിയിട്ട് പൊട്ടിച്ചിടില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നൈസാക്കുന്നതിന്റെ കാരണം എന്താ അറിയോ? ഒന്ന്, ഞങ്ങൾ എപ്പോൾ തേങ്ങ വെയിലത്തിട്ടാലും മഴ പെയ്യും. ഇന്ന് രാവിലെ തന്നെ പൊളിച്ചക്കൊക്കെ മഴ ചാറിയിരുന്നു. അപ്പം എങ്ങനെയും പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ചെത്തുന്നത്. പിന്നെ ഒന്ന്, അഥവാ മഴ പെയ്താൽ നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് ഡ്രയർ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ഡ്രയറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചെറുതാക്കിയാലേ മുഴുവനായിട്ട് നമുക്ക് ഒരേ സമയം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് ഒറ്റ സമയം തന്നെ ഡ്രയറിലിട്ട് ഉണക്കാം. അപ്പോൾ വലുതാക്കി കഴിഞ്ഞാൽ ഒരേ സമയം ഡ്രയറിൽ വെക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും അതുപോലെ നൈസാക്കി ചെത്തും. അങ്ങനെ ആക്കി വേഗം ഉണങ്ങുന്നുണ്ട്. ഇത് കുറച്ച് പണി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെത്തി വെച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഇരുന്ന് ഉച്ചയായപ്പോഴാണ്, ഇന്നലെ രാവിലെ ഒന്നല്ല, ഞാൻ വൈകുന്നേരം തന്നെ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ഉണങ്ങിയെന്നൊക്കെ അടർത്തിയെടുത്ത് ബാക്കിയുള്ളത് ഇന്നലെ ഉച്ചയായപ്പോൾ തീർത്ത്. ഇതൊക്കെ നമ്മൾ ചെത്തിയിട്ട, അതൊക്കെ രാത്രി ഇമ്മ ഇരുന്നിട്ട്, രാത്രി ഇമ്മ 12 മണിയായിട്ട് ഇരുന്ന് ചെത്തിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ സഹായിച്ചു കൊടുത്ത്. പിന്നെ കുഞ്ഞോളും ഗ്യാപ്പിൽ എല്ലാവരും കൂടെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ആക്കിയാലേ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കിയിട്ടുള്ളൂ. കാരണം ഇപ്പൊ ചെറിയൊരു ഒട്ടലുണ്ട്. ഇനി വേഗം നമുക്ക് വെയിലത്തിടുന്ന പണിയിലാണ്. നമ്മളാ ഫസ്റ്റ് തൊണ്ട് വെയിലത്തിട്ടല്ലാതെ പിന്നെ നമ്മൾ വെയിലത്തിട്ടില്ലല്ലോ. വേഗം ചെയ്താണ്ടോ എല്ലാത്തിനും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം രാവിലെ എന്തായാലും മഴയൊക്കെ ചാറിയാലും പിന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ തുടക്കത്തിൽ നല്ല വെയിലാണ്. അങ്ങോട്ടൊക്കെ വെയിൽ ഷീറ്റൊക്കെ നമ്മൾ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇങ്ങനത്തെ വെയിലാണെങ്കിൽ നമുക്ക് വേഗം എന്തായാലും ഉണങ്ങി കിട്ടിക്കോളും. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴ ഉണ്ടാവും. അതിനുള്ള വെയിലാണ്. അപ്പൊ ഇന്നലെ ഉച്ചക്ക് ചെത്തിയ കുറച്ചുണ്ട്. ഇത് ഇവിടെ ഉണ്ട്, ഞാൻ അത് എടുക്കട്ടെ കേട്ടോ. ഇന്നലെ നമ്മളെ ഫസ്റ്റ് ചെത്തിയിട്ടതൊക്കെ വൈകുന്നേരമൊക്കെ വെയിലുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ഷീറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം എടുത്തിട്ട് നിരത്താം. ഞാൻ പറയല്ലേ, കുറച്ച് കൂടുതൽ തേങ്ങ നമ്മൾ ഈ സമയത്ത് ഉണക്കിയെടുക്കും. കാലാവസ്ഥ നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പം ഞാൻ പറയല്ലേ, വിഷു കഴിഞ്ഞാലൊക്കെ പക്ഷെ നേരത്തെ മഴ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പണി വേഗം തീർത്ത് വെക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ഉണങ്ങിയെന്ന് ചെത്തിയിട്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം കുറച്ച് വെയിൽ കൊണ്ടതാ. ഇത് ഞാൻ ഒട്ടലില്ല. നമ്മളിതൊക്കെ ചെത്തിയിടാനും നമ്മളെ പൊട്ടിച്ചെടുത്താലൊക്കെ ആദ്യം നമുക്ക് 1-2 ദിവസം നല്ലൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറച്ച് മഴക്കാറ് വന്നാലും നമുക്ക് തേങ്ങ കേടാവില്ല. പക്ഷെ ഫസ്റ്റ് വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ഒരു ഒട്ടി തേങ്ങ കാറിപ്പോയിട്ടൊക്കെ കുളമാവും. അതുകൊണ്ടാണ് തുടക്കം റെഡി ആയാലേ പിന്നെ അങ്ങോട്ട് സെറ്റായി കിട്ടുള്ളൂ. നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട വെളിച്ചെണ്ണ ആയതുകൊണ്ടേ ചെറിയ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മൊത്തം കേടാവും. എത്ര നമ്മൾ കനം കുറച്ചാൽ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിൽ ഈ ഷീറ്റിൽ ഇത് മതി. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടാണ്. ഒരു കത്തുന്ന വെയിലാട്ടോ. അപ്പൊ എന്തായാലും ഈ മഴ പെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ വെയിൽ വരിക. ഉച്ചയ്ക്ക് ശേഷമൊക്കെ എന്തായാലും മഴ വയ്ക്കും. നമ്മളെ തേങ്ങ വെട്ടിപ്പൊളിക്കുന്നതിലും പണിയായിട്ട് ഞങ്ങൾക്കുള്ളത് ഇപ്പം ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പൊ മെയിൻ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നല്ല വെയിലത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ അടർത്തലും പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെത്തിയിടലുമാണ് മെയിനായിട്ടുള്ള പണി. ഷീറ്റ് എല്ലാം ചൂടായിട്ടുണ്ട് കേട്ടോ. ചവിട്ടാൻ വയ്യ ഷീറ്റില്. നമ്മള് ഞാനേ ഷീറ്റിനുള്ളിൽ ചവിട്ടിയിട്ട് ചീത്ത അറിയാം. നമ്മൾ ആദ്യം ചവിട്ടുന്ന ഷീറ്റ് ചവിട്ടാറില്ല. പക്ഷെ പൊടിയൊന്നുമില്ല. എല്ലാപ്പം എന്താ ചെയ്യാ, സെന്ററിലൊക്കെ ഇടാൻ കഴിയണ്ടേ. നിരത്തിയാൽ മതി ഉമ്മ. എന്നാലും അധികം ചവിട്ടിയിട്ടൊന്നുമില്ല. ഉമ്മ ചവിട്ടിയിട്ടേ ചീത്തറിയാം. ഇതിന് നല്ല ഒട്ടലുണ്ട്. വെയിലിങ്ങോട്ട് കിട്ടിയിട്ട് ഇത് മാറണം. അത് വാരിയിടാ. ഒരു കഷ്ണം പോയി.
പുറത്ത് വന്നാൽ അപ്പം പൊടി വരും. ഇതൊക്കെ രാത്രി ചെത്തിയിട്ടാട്ടോ, ചെമ്പിലിങ്ങനെ അടഞ്ഞു നിന്നിട്ടേ, ചെമ്പിലും ബേസണിലൊക്കെ അടഞ്ഞലക്കുക. അപ്പൊ ഒക്കെ നമ്മൾ വെയിലത്ത് നിരത്തി കഴിഞ്ഞിട്ടോ. ഇനി പേടിക്കാനില്ല. എന്തായാലും ഇങ്ങനത്തെ വെയിലാണെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒട്ടലൊക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ ഇതുപോലത്തെ വെയിലാണെങ്കിൽ വേഗം തേങ്ങ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ തേങ്ങ വെട്ടിപ്പൊളിക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ കുറെ കമന്റ് വന്നിരുന്നു, തേങ്ങ പൊളിച്ചിട്ട് എന്നാൽ ചിരട്ട വേറെ മാറ്റി കഴിഞ്ഞാൽ ചിരട്ട വേറെ കൊടുത്തൂടെ, വിൽക്കാനൊക്കെ ഇട്ട് ചിലർക്ക് പൈസ കിട്ടൂലെന്നും അല്ലെങ്കിൽ കത്തിക്കാനൊക്കെ എടുത്തൂടെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളിതാ പൊളിച്ചത് ഇങ്ങനെയാണ്. സംഭവം അവർ പറഞ്ഞ കാര്യം നല്ലതാണ്. ഇപ്പൊ ചിരട്ടയ്ക്കും ഇതിപ്പം ഗ്യാസിനൊക്കെ ടൈറ്റ് ആയതുകൊണ്ട് വിറകിനും ചിരട്ടയ്ക്കൊക്കെ നല്ല വില കിട്ടും, കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിത് ഇങ്ങനെ പൊളിച്ചതുകൊണ്ടും ഇത് ഞങ്ങൾ നേരെ കത്തിക്കാനായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പൊ ഇനി മഴക്കാലൊക്കെ അല്ലേ വരുന്നത്, ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇനി യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഗ്യാസും ഇതൊക്കെ ഇനി ടൈറ്റായി പോവുകയാണെങ്കിലൊക്കെ വിറകുണ്ട്, അതുപോലെ ഇതും നമുക്കിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് എളുപ്പത്തിനാണ് ഇങ്ങനെ പൊളിച്ചത്. പിന്നെ ഞങ്ങളിത് കത്തിക്കൽ തന്നെയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യൽ. നമ്മൾ ആടിന് വെള്ളമൊക്കെ ലൈറ്റായിട്ട് ചൂടാക്കണം എന്നും. അപ്പം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആടിന്റെ ചുള്ളലും കമ്പൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ ആടിനല്ല, നമ്മൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ ടൈറ്റായി വരും. ഇനി എന്താ നമ്മളെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് പിന്നെ ബയോഗ്യാസ് ഉള്ളതുകൊണ്ട് അത് അത്ര ബാധിക്കുന്നില്ല. പിന്നെ അതുപോലെ ഇതുണ്ട്. ഇനി അർജന്റ് ഉള്ളവരൊക്കെ ചോദിച്ചാൽ നമുക്ക് 1-2 ചാക്ക് എടുത്ത് കൊടുക്കട്ടോ, കത്തിക്കാനൊക്കെ. ഒരു അടുത്തുള്ളവരൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, ഇതുവരെ എല്ലാവരും ഗ്യാസിനെ ആശ്രയിച്ചിട്ട്. പെട്ടെന്ന് ഇപ്പം അതില്ലാതെ ആകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതൊക്കെ ഉണ്ടില്ല ചാക്കിലാക്കി വെച്ചതാട്ടോ. ഇതിന് നമ്മൾ തുന്നിയിട്ട് നമ്മൾ വിറകൊക്കെ ഒതുക്കി വെക്കുന്നവരെ അട്ടി വെക്കും. നല്ല കത്തും കേട്ടോ. ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ട് ഇതാ ഇങ്ങനെ ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തീ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടും കിട്ടും. വേഗം നമുക്ക് ഒരു 3-4 തൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ആടിന്റെ വെള്ളമൊക്കെ ചൂടാക്കാനുള്ള അത് മതി. നമ്മളെ തേങ്ങ ഉണക്കിയെടുക്കുന്നതിന്റെ 2ാമത്തെ വീഡിയോ ആണിത്. അപ്പൊ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇതേ സമയത്ത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പണികളാണ് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തെ എന്താണ് നമ്മളെ പണി, അതാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കല്. അപ്പൊ ഇതൊക്കെ കാണാത്ത ആളുകളുണ്ടാവും, അവർക്കൊന്ന് എളുപ്പമാവില്ല ഇങ്ങനത്തെ ഐഡിയകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പൊ കുറെ കമന്റ് വന്നിരുന്നു, നമുക്ക് തേങ്ങ പാര ഉപയോഗിച്ചിട്ടൊക്കെ പൊളിച്ചിട്ട് ചെയ്യലല്ലേ എളുപ്പം എന്നൊക്കെ. അപ്പം ചിലവർക്ക് അതായിരിക്കും എളുപ്പം. ഞങ്ങൾ പിന്നെ വർഷങ്ങളായിട്ട് ഈ രീതി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എളുപ്പമാണ്. അപ്പം വീഡിയോ കാണുന്നവർക്കൊക്കെ പറ്റുമെങ്കിൽ ഈ രീതി ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയും ചെയ്യട്ടോ. നമ്മൾ ഓരോരുത്തരെ എളുപ്പവും സൗകര്യമൊക്കെ അനുസരിച്ചാണ് ചെയ്യല്. ഞങ്ങളിങ്ങനെ ഇടുന്നത് ഞാൻ പറയാലോ, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയോട് നിങ്ങളെ കാണിക്കും. അത് നിങ്ങളെ പണികളായിരിക്കും. അത് എന്തായാലും കുറെ ആളുകൾക്ക് ഉപകാരപ്രദമാവും, ചിലവർക്ക് അതിൽ എളുപ്പമുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡിയകളൊക്കെ നമുക്ക് കമന്റിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് അട്ടി ചെയ്യണം. നമ്മൾ വിറകുവരയിൽ വിറകൊക്കെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നമ്മളിത് തുന്നണം കേട്ടോ, നിറച്ച് വെച്ചോ. അതിലൊക്കെ കണ്ടില്ലേ, നിറച്ച് വെച്ചോണ്ട് നാസർക്കാ നമുക്കൊക്കെ തുന്നണം കേട്ടോ. ഒന്ന് തുന്നിയിട്ട് വേണം ഇത് എടുത്തു വെക്കാൻ. ഇപ്പം ഇവിടെ വെയിൽ കുറവാ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെയും നല്ല വെയിലാവും. എന്നാ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.